പ്രിയദർശൻ മോഹൻലാൽ എന്തോ ഹിറ്റ് കോംബോയാണ്, സൂപ്പർ മെഗാ ഹിറ്റ് കോംബോയാണ്. പ്രിയദർശന്റെ 100ാമത്തെ ചിത്രമാണ് അണിയറയിൽ അതിന്റെ റെഡിയായി വരുന്നു. മോഹൻലാൽ തന്നെയാണ് നായകൻ. ആദ്യത്തെയും 100ാമത്തെയും സിനിമയിൽ ഒരേ സംവിധായകനും ഒരേ നായകനുമായിട്ടുള്ള ഇന്ത്യൻ സിനിമയിലല്ല, ലോക സിനിമയിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ പ്രിയദർശൻ പറയുന്നുണ്ട്. ഈ വർഷം അവസാനം ഷൂട്ടിംഗ് തുടങ്ങും. നമുക്കറിയാം പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ ഒരുപാട് സിനിമകളുണ്ട്. എൻ്റെ 5 ഫേവറേറ്റുകൾ ഞാൻ പറയാം. ഒരുപാട് ഫേവറേറ്റുകൾ നമുക്ക് പറയാൻ കാണും. എൻ്റെ 5 ഫേവറേറ്റ്, നിങ്ങളുടെ 5 ഫേവറേറ്റ് നിങ്ങളുടെയും പറയുക. ഇപ്പം നമ്മൾ ബോയിങ് ഉണ്ട്, മിഥുനമുണ്ട്, മിന്നാരമുണ്ട്, ചന്ദ്രലേഖയുണ്ട്. ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ചിത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. താളവട്ടം, കിലുക്കം, അഭിമന്യു, കാലാപാനി, ഇഷ്ടം പോലെ. അതിനകത്ത് എൻ്റെ ഒരു ടോപ്പ് 5 പറയാം. നിങ്ങൾ ഫാൻ ഫൈറ്റും എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു ടോപ്പ് 5, അത് മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ, മോഹൻലാൽ ഫാൻസ് ആയിക്കോട്ടെ, മലയാളികൾ ആരായിക്കോട്ടെ, പ്രിയദർശൻ മോഹൻലാൽ കോമ്പോയിൽ ഇഷ്ടപ്പെട്ട 5 ചിത്രങ്ങൾ. 5 ചിത്രങ്ങളിൽ ടോപ്പ് 5ൽ 5 ചിത്രങ്ങളിൽ 5ാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രം പ്രിയദർശന്റെ സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറിയ അഭിമന്യു ആണ്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആയിരുന്നു അഭിമന്യു. പ്രിയദർശൻ എടുത്തതാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഗംഭീരമായിട്ട് ഹരിയണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് മുംബൈയിലെ ദാദയായിട്ട് മോഹൻലാൽ അങ്ങ് തകർത്തു വാരി. നല്ല ഗംഭീര പാട്ട്. രാമായണക്കാറ്റൊക്കെ അതിനകത്ത് സൂപ്പർ സാധനമാണ്, സൂപ്പർ ഹിറ്റ് പാട്ടാണ്. 4ാം സ്ഥാനത്ത് തേന്മാവിൻ കൊമ്പത്ത്. എൻ്റെ പൊന്നോ, നമ്മളൊരു പടം വരയ്ക്കുന്ന പോലെ ഒരു ഗ്രാമപ്രദേശത്ത്, നല്ല ഒരു അസാധാരണമായ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മളെ പുതുമ. അന്നൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു ആ സിനിമ കാണുമ്പോൾ. അതിനകത്തെ പാട്ടുകൾ, വിഷ്വൽസ് എല്ലാം നല്ല അടിപൊളി കഥ, നല്ല കോമഡി. മോഹൻലാൽ ആയാലും ശ്രീനിവാസനായാലും നെടുമുടി വേണു ആയാലും KP ലളിത ആയാലും അതിൻ്റെ ക്ലൈമാക്സ് ആയാലും എല്ലാം കൊണ്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായതാണ്. അന്നത്തെ ഓഡിയോ കാസറ്റിലൊക്കെ റെക്കോർഡ് സെയിൽ നടന്നൊരു പടം കൂടിയാണ് തേന്മാവിൻ കൊമ്പത്ത്. നല്ല അടിപൊളി പടം. 4ാം സ്ഥാനത്ത് നമുക്ക് തേന്മാവിൻ കൊമ്പത്താണ്. 3ാം സ്ഥാനത്ത് കിലുക്കമാണ്. ഊട്ടിയുടെ പ്രകൃതി ഭംഗി മൊത്തത്തിൽ ആവാഹിച്ചെടുത്തൊരു സിനിമ. ഊട്ടിയിൽ ഇരുന്ന് സിനിമ കാണുന്ന ഫീല് കിട്ടുന്നൊരു സിനിമ. അടിപൊളി പാട്ട്. അത് അന്ന് ദൂരദർശൻ ചാനലിൽ പോലും അടിപൊളി പാട്ട് കേൾക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ മോഹൻലാൽ, രേവതി, ജഗതി ഇവരുടെ 3 പേരുടെയും അസാധാരണ പെർഫോമൻസ് കൊണ്ട് ആറാടിയ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് കിലുക്കം. 3ാം സ്ഥാനത്ത്. 2 കാലാപാനി. കാലാപാനി ചിത്രം പരാജയമാണ്, പക്ഷേ എടുത്തു വെച്ചേക്കുന്ന മേക്കിങ് സൂപ്പറാണ്. മോഹൻലാൽ, വിനീത്, തബു, അമരീഷ് പുരി, ഒരുപാട് താരങ്ങളുണ്ട്. നല്ല പ്രഭു ഒക്കെ ഉണ്ടായിരുന്നു. പ്രഭു ഒക്കെ നല്ല കിട്ടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു രക്ഷയില്ലാത്ത ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ പാട്ടുകൾ പിന്നെ പ്രിയദർശൻ ചിത്രങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കാലാപാനി എനിക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് പടങ്ങളിൽ ഒന്നാണ്. നമ്പർ 1 ചിത്രം. 365 ദിവസം ഓടിയൊരു ചിത്രമാണ്. അടിപൊളി. അതിനകത്തെ പാട്ടുകളായാലും അതിൻ്റെ ഇമോഷണലായാലും ആ ലാസ്റ്റ് പറയുന്ന ഡയലോഗുകളാണെങ്കിലും എല്ലാം നമ്പർ 1 സ്ഥാനത്തേക്ക് എനിക്ക് തോന്നിയത് ചിത്രമാണ്. അന്നേരം ഇഷ്ടംപോലെ ചിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ 5 പ്രിയദർശൻ മോഹൻലാൽ ചിത്രങ്ങൾ ഫേവറേറ്റുകൾ ഉറപ്പായിട്ട് കമൻസിൽ രേഖപ്പെടുത്തുക.